ഹലോ, ഞാൻ ദിശ. ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹലോ, ടെക് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബിന്റെ വാക്കൻസീസും നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഒരു ജോലി നോക്കുന്നവരായിരിക്കും. അതായത് ഇപ്പോൾ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞവരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ജോബുകൾ നോക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അവർക്കുള്ള വാക്കൻസീസ് അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വരുന്ന വാക്കൻസീസ് അറിയാതെ പോകുന്നവർ ഒത്തിരി ഉണ്ടായിരിക്കും. അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി ജോബിന്റെ വാക്കൻസീസ് ഈ ഒരു ചാനലിലൂടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ വേറെ എന്ത് ക്വാളിഫിക്കേഷനോ ഉള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന ജോബിന്റെ വാക്കൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ജെന്യുവൻ ആയിട്ടുള്ള വാക്കൻസീസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഒരു ജോബ് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അത്തരത്തിലൊരു ജോബ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് 100% ഗവൺമെന്റ് ജോബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ജോബൊന്നും നോക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് സാലറി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൽ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 35,600 രൂപയാണ്. ഇതിന്റെ പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോബാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഏറ്റവും ഹൈലൈറ്റ്. അതായത് 10th +2 മാത്രം മതി നമുക്ക് ഈ ഒരു ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതല്ലാതെ ഗ്രാജുവേഷൻ വേണമെന്നോ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്നോ ഒന്നുമില്ല. ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കേട്ടോ. അതിന് യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. സോ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് CSIR, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ച്, ലക്നൗ ആണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് ആണ് കേട്ടോ. 10 വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ജനറൽ 6 എണ്ണം ഉണ്ട്. ബാക്കി അതിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th അല്ലെങ്കിൽ +2 ആണ്. അപ്പോൾ അത് എന്താ പറയുക, അത് ക്വാളിഫൈ ആയവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റ് ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 28 years ആണ്. അപ്പം അതിന് താഴെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ ഡേറ്റ് ലാസ്റ്റ് ചെയ്യുന്നത്, എക്സ്പയറി ഡേറ്റ് വരുന്നത് 19-ാം തീയതിയാണ്, മാർച്ച്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഫീസ് ഉണ്ട് കേട്ടോ. അതും ജനറൽ OBC ആയാലും ആർക്കാണെങ്കിലും ഫീസ് ഉണ്ട്. 500 രൂപയാണ് ഇതിൻ്റെ അകത്ത് ഫീ വരുന്നത്. അത് ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ടാണ്, പ്രത്യേക ഒരു നല്ല പൊസിഷനും അതുപോലെ തന്നെ നല്ല സാലറി ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു എമൗണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് അടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്യുവർലി റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു എന്താ പറയുക 35 WPM വേണം ഇംഗ്ലീഷിലാണെങ്കിൽ. നമ്മൾ അത്രയും വേർഡ്സ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹിന്ദിയിലും നമ്മൾ ടൈപ്പ് ചെയ്യണം കേട്ടോ, അത്രയും തന്നെ. സോ ഇതിൻ്റെ അകത്ത് ആ ഒരു റിട്ടൺ എക്സാം ഉണ്ട്. റിട്ടൺ എക്സാം എന്ന് ഉദ്ദേശിച്ചത് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് അതൊക്കെ വരുന്ന പേപ്പർ 1 ഉണ്ട്. പിന്നെ പേപ്പർ 2 മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ് മെയിൻലി ഒരു ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഒരു പേപ്പർ 2 ആണ്. അങ്ങനെ 2 എക്സാമാണ് റിട്ടൺ എക്സാം ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഒന്നും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് ക്വാളിഫൈ ആവുന്ന ആൾക്കാർക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ CSIR IITR എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു പേര് നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം കാണുന്ന വെബ്സൈറ്റ് ആയിരിക്കും. അതിൽ ജസ്റ്റ് കരിയേഴ്സ് പേജിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് തന്നെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ആ ഒരു PDF എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു നോക്കാം കേട്ടോ.
അതായത് ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങളും അങ്ങനത്തെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സും മാക്സിമം ഇതിൻ്റെ അകത്ത് ഈ ഒരു എന്താ പറയുക ഇവരുടെ ഈ ഒരു പോസ്റ്റിന്റെ അകത്ത് കൊടുത്തിട്ടില്ല 28 ഇയേഴ്സ് മാക്സിമം എന്നുള്ളത്. മറ്റുള്ള വെബ്സൈറ്റിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി താഴോട്ട് വരുവാണെങ്കിൽ ഇവരുടെ ടെസ്റ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്, 200 മാർക്കിന്റെ ആണ് കേട്ടോ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള നമ്മൾ PSC വരുന്ന പോലത്തെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ടെസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പേപ്പർ 2 വരുന്നത് ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും മാത്രമാണ്. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് ഇവരുടെ ഈ ഒരു ജോബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പിംഗ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് പോസ്റ്റിംഗ് ആയിരിക്കും ഡയറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ കാണുന്ന അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്ലിക്കേഷൻ ഫീ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. 500 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ സെൻഡ് ആവും. ബാക്കി നമുക്ക് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റിസീവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആ എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസ് നോർമലി നമ്മൾ PSC എക്സാം എഴുതുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാം. നല്ലൊരു പോസ്റ്റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇതുപോലത്തെ വേക്കൻസി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.